പ്രിയ പ്രേക്ഷകരെ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട ഒന്നായിരുന്നു ആരാണ് പ്രതിപക്ഷ ഉപനേതാവ് എന്നത്. പ്രതിപക്ഷ നേതാവായി പിണറായി വിജയനെ തന്നെ തെരഞ്ഞെടുത്ത പശ്ചാത്തലമുണ്ടാകുന്നു. അതിനുശേഷം ആരായിരിക്കും ഉപനേതാവ് സ്ഥാനം CPIക്ക് വേണം എന്ന നിലപാട് അവർ കടുപ്പിച്ചിരുന്നു. പക്ഷേ വിട്ടു നൽകാനാവില്ല എന്ന നിലപാട് CPM സ്വീകരിച്ചു. ഇതോടുകൂടിയാണ് ഈ വിഷയത്തെ ചൊല്ലിയുള്ള തർക്കം ഉടലെടുത്തത്. എന്നാൽ ഇപ്പോൾ പ്രതിപക്ഷ ഉപനേതാവ് പദവിയെ ചൊല്ലിയുള്ള കടും പിടുത്തത്തിൽ നിന്ന് CPI പിന്മാറുന്നു എന്നുള്ളതാണ്. ഉപനേതാവ് പദവിയിൽ തീരുമാനമാകും വരെ മുന്നണി യോഗമോ നിയമസഭാ കക്ഷി യോഗമോ ചേരാൻ കഴിയില്ല എന്ന നിലപാടായിരുന്നു CPI സ്വീകരിച്ചിരുന്നതെങ്കിൽ അതിനെ ഇപ്പോൾ ഇളവ് വരുത്തിയിരിക്കുന്നു എന്ന് വേണം എടുത്തു പറയാൻ. മുന്നണി യോഗം ചേരുന്നതിൽ തടസ്സമില്ല എന്നും എന്നാൽ സംയുക്ത നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കേണ്ട എന്നുമാണ് പുതിയ നിലപാട് എന്നതാണ് ഇപ്പോൾ CPI പറയുന്നത്. ഉപനേതാവ് CPIക്ക് വേണം എന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നുകൂടിയാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറയുന്നത്. LDF രാഷ്ട്രീയത്തിൻ്റെ ശരിയും ശക്തിയുമെല്ലാം CPIക്ക് അറിയാം. അതുകൊണ്ടാണ് CPI പറഞ്ഞത് LDFിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട ഘടക പാർട്ടിയായ CPIക്ക് അസംബ്ലിയിലെ പ്രതിപക്ഷ ഉപനേതാവ് പദവി വേണമെന്ന് ആവശ്യപ്പെട്ടതും ആ കാരണം കൊണ്ടാണ്. ആ നിലപാടിൽ മാറ്റമില്ല. ഇല്ല, ചർച്ച വന്നാൽ ഞങ്ങളുടെ ബന്ധം നല്ല ബന്ധമാണ്. LDFിലെ ഓരോ പാർട്ടിയോടും CPIക്ക് ഉറ്റ ബന്ധമുണ്ട്. ഓരോ പാർട്ടിയോടും ആ ബന്ധമെല്ലാം CPIക്ക് പ്രിയപ്പെട്ട ബന്ധങ്ങളാണ്. CPIക്ക് LDFിൻ്റെ രാഷ്ട്രീയം നല്ലവണ്ണം അറിയാം. CPIക്ക് LDF എന്നാൽ എന്താണെന്നും അറിയാം. എന്തായാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ദിവസങ്ങളേറെയായി, മാസങ്ങൾ പിന്നിടുകയാണ്. അപ്പോഴും ഇടതുപക്ഷത്ത് നിന്ന് ഉപനേതാവ് ആര് എന്നതിൽ തീരുമാനമായിട്ടില്ല. CPIക്ക് ഉപനേതാവ് സ്ഥാനം ആവശ്യപ്പെടാമെന്നും ചർച്ചകൾ തുടരുമെന്നും ആയിരുന്നു CPM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം. ആയിക്കോട്ടെ എന്ന് വെച്ചാൽ അത് ചർച്ച ചെയ്ത് നമ്മൾ പരിഹരിച്ചോളാം ഞാൻ നേരത്തെ പറയുന്നുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി VV അരുൺ ചേരുന്നുണ്ട്. ശരിയാണ് അരുൺ, ഇടതുപക്ഷം ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട ഒന്നാണ്. പക്ഷേ ഇതിനൊക്കെ ഒരു കാലമുണ്ടല്ലോ. അതായത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, UDF മൃഗീയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലിരിക്കുന്നു, 35 സീറ്റുകളിലേക്ക് പ്രതിപക്ഷം ഒതുങ്ങിയിരിക്കുന്നു. അവിടെയാണ് ഒരു പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുത്തു കഴിഞ്ഞു. പക്ഷേ ഉപനേതാവ് ആര് എന്ന് തീരുമാനിക്കാൻ ഇപ്പോഴും കഴിയുന്നില്ല. ചർച്ച ഇങ്ങനെ നീണ്ടുപോവുകയാണ്. തീർച്ചയായിട്ടും ഉപനേതാവ് പദവിയെ ചൊല്ലിയുള്ള തർക്കം അവസാനിച്ചിട്ടില്ല. പക്ഷേ CPI ഒരു കടുംപിടുത്തത്തിലുണ്ടായിരുന്നു. അത് ഉപനേതാവിനെ തീരുമാനിക്കാതെ LDF യോഗവുമായി സഹകരിക്കില്ല, നിയമസഭാ കക്ഷി യോഗം ചേരാനും കഴിയില്ല. ആ സാഹചര്യത്തിലാണ് 100 ദിവസങ്ങൾക്ക് ഗ്യാപ്പ് ഇടതുമുന്നണിയുടെ യോഗത്തിന്. അതായത് നമുക്കറിയാം, സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം നിരവധി വിഷയങ്ങൾ സർക്കാരിനെതിരെ സമരരംഗത്ത് പാർട്ടി തലത്തിൽ വന്നിട്ടുണ്ട്. അത് മുന്നണി എന്ന തലത്തിൽ CPM CPIയും മറ്റ് ഘടകകക്ഷി സഹകരിച്ചൊരു സമരരംഗത്തേക്ക് ഇറങ്ങാൻ കഴിഞ്ഞില്ല. മുന്നണി യോഗത്തിന് 100 ദിവസത്തെ ഇടവേള വരുന്നു. വലിയ തിരിച്ചടിയാണ് ഇടതുമുന്നണിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഉള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ ക്രമേണ അനുകൂലമായി വരുമെന്നൊരു പ്രതീക്ഷ രണ്ട് പാർട്ടികളും പങ്കുവയ്ക്കുമ്പോൾ അത് ഉപയോഗപ്പെടുത്താൻ ഇടതുമുന്നണി കഴിയുന്നില്ല. അതിന് കാരണം ഉപനേതാവ് എന്ന ഇല്ലാത്ത ഒരു പദവിയെ ചൊല്ലിയുള്ള തർക്കമാണ്. യഥാർത്ഥത്തിൽ കേരള നിയമസഭയിലെ രീതികളനുസരിച്ച് ഉപനേതാവ് എന്നൊരു പദവിയില്ല. കഴിഞ്ഞ കുറേ കാലങ്ങളായി അത് സാങ്കല്പിക പദവിയാണെങ്കിൽ പോലും പലർക്കും നൽകുന്നുമുണ്ട്. യഥാർത്ഥത്തിൽ ഇല്ലാത്തൊരു പദവിക്ക് വേണ്ടി തർക്കമാണ്. രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തമ്മിലുള്ള തർക്കമാണ് ഇടതുമുന്നണി രാഷ്ട്രീയമായി വലിയ തിരിച്ചടി നേരിടുന്ന അവസരത്തിൽ തന്നെ അവർക്ക് മുന്നോട്ട് പോകാൻ തടസ്സമായി നിൽക്കുന്നത്. നിയമസഭാ കക്ഷി യോഗം ഇതുവരെ ഒരു തവണ പോലും ചേരാൻ കഴിഞ്ഞിട്ടില്ല. ഈ നിയമസഭ വന്ന ശേഷം ഇടതുമുന്നണിയുടെ നിയമസഭാ കക്ഷി യോഗത്തോട് പോലും ചേർന്നിട്ടില്ല. മുന്നണി യോഗം ഇങ്ങനെ 100 ദിവസത്തെ ഇടവേള വരുന്നു. അവിടെ ഈ മുന്നണി യോഗം വൈകുന്നു, മറ്റ് സമരപരിപാടിയിൽ കടക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ CPM വിട്ടുവീഴ്ച ചെയ്യണമെന്ന അഭിപ്രായം മറ്റു ഘടകകക്ഷികൾ മുന്നോട്ട് വെച്ചു. വലിയ സമ്മർദ്ദമായത് മാറി. അതിനെ തുടർന്നാണ് രണ്ടു പാർട്ടികളും ഓരോ വിട്ടുവീഴ്ച. പ്രധാന CPI തൽക്കാലത്തേക്ക് ഉപനേതാവിനെ ചൊല്ലി തർക്കം അവിടെ നിൽക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അതിന് പിന്നോട്ട് പോകില്ലെന്ന് പറയുമ്പോൾ തന്നെ മുന്നണി യോഗത്തിന് തടസ്സമായി മാറരുത്. ഒറ്റക്കെട്ടായുള്ള കൂട്ടായുള്ള സമരങ്ങൾ വേണ്ട സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ മുന്നണി യോഗം ചേരിട്ട നിലപാടിലേക്ക് CPI അവരുടെ കടുംപിടുത്തത്തിൽ നിന്ന് അയഞ്ഞു, ഒരു പിടിവാശി ഉപേക്ഷിക്കുന്നു. അതേസമയം തന്നെ ഉപനേതാവ് പദവിയിൽ നിന്ന് അവകാശവാദം പിന്നോട്ട് പോകില്ല എന്ന് CPI സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കുന്നു. വിട്ടുകൊടുക്കരുത് CPM അതേ നിലപാട് സ്വീകരിക്കുന്നു. ആ തർക്കം നിലനിൽക്കുമ്പോൾ തന്നെ മുന്നണി യോഗം ചേരാനുള്ള വഴിയൊരുക്കുകയാണ് രണ്ട് പാർട്ടികളും ചെയ്തത്. അവിടെ CPI കുറച്ച് കൂടുതൽ വിട്ടുവീഴ്ച ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 17-ാം തീയതി ഇടതു മുന്നണിയുടെ യോഗം ചേരും. മുന്നണിക്കകത്ത് വലിയ പ്രശ്നങ്ങളുണ്ട്. 2 NCP ആ പാർട്ടിയിൽ ഇപ്പോൾ ഉണ്ട്. യോഗങ്ങളിൽ ആരെ പങ്കെടുപ്പിക്കുന്ന കാര്യത്തിൽ തർക്കങ്ങളുണ്ടായിരുന്നു. ഏതായാലും രണ്ട് ശശിധരൻ പക്ഷത്തെയും അതുപോലെ തന്നെ ചാക്കോ പക്ഷത്തെയും ഒരുമിച്ച് ക്ഷണിക്കാനുള്ള തീരുമാനത്തിലേക്ക് മുന്നണി പോകുന്നു. അങ്ങനെ മുന്നണിക്കുള്ളിൽ പ്രശ്നങ്ങളുണ്ട്. പരിഹരിക്കാൻ പോലും കഴിയാത്ത വിധം ഇടതുമുന്നണി യോഗം പോലും ചേരാൻ കഴിയാത്ത സാഹചര്യം മുന്നണിയിലുണ്ട്. അതുകൊണ്ടാണ് CPI ഒരു വിട്ടുവീഴ്ച തയ്യാറാവുന്നത്.
ഉപനേതാവ് എന്ന പദവിയുടെ ആവശ്യത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നില്ല. പക്ഷേ മുന്നണി യോഗത്തിന് തടസ്സമാകരുത്. അതേസമയം നിയമസഭാ കക്ഷി യോഗം ചേരാൻ ഇനിയും CPI തയ്യാറാകില്ല. ഉപനേതാവ്, കാരണം നിയമസഭയിലാണ് ഉപനേതാവിൻ്റെ ഒരു സാങ്കല്പിക പദവിയാണെങ്കിൽ പോലും ഉള്ളത്. അവിടെ തീരുമാനമാകും വരെ നിയമസഭാ കക്ഷി യോഗം ചേരാൻ അനുവദിക്കില്ല. അതേസമയം മുന്നണി യോഗത്തിന് അവർ അനുമതി നൽകുകയാണ്. അവിടെ 17-ാം തീയതി തിങ്കളാഴ്ച രാവിലെ വൈകുന്നേരം നടക്കുന്ന മുന്നണി യോഗത്തിൽ CPIയും പങ്കെടുക്കും. അങ്ങനെ 100 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇടതുമുന്നണി യോഗം ചേരും. സംസ്ഥാനത്തെ പ്രധാന പ്രതിപക്ഷമാണ്. സർക്കാരിന് നിരവധി വിഷയങ്ങൾ ഉയർന്നു വരുന്നു. അപ്പോൾ ഒറ്റക്കെട്ടായി മുന്നണിയുടെ ശക്തമായ ഇടപെടൽ പല കാര്യങ്ങളിലും വേണ്ടിവരുന്നു. അതിന് ഈ ഉപനേതാവ് പദവി തടസ്സമാകരുതെന്ന് 2 പാർട്ടികളുടെ നേതാക്കൾ തീരുമാനിച്ചത് തുടർന്നാണ് ഇത്തരമൊരു ഒത്തുതീർപ്പിലേക്ക് കാര്യങ്ങൾ തൽക്കാലത്തേക്കിലും മാറുന്നത്. യെസ്, ഇതാണ് ഇപ്പോഴത്തെ സാഹചര്യം. അതായത് തെരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പോഴും പ്രതിപക്ഷ ഉപനേതാവ് ആര് എന്ന് തെരഞ്ഞെടുക്കാൻ പറ്റുന്നില്ല ഇടതുപക്ഷത്തിന് എന്നാണ്. അവിടെ അരുൺ സൂചിപ്പിക്കുന്ന പോലെ അങ്ങനെ ഒരു ഔദ്യോഗികമായ ഒരിടം അല്ല അത്. നമുക്കറിയാം, ഇപ്പോൾ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ മന്ത്രിസഭയിലെ രണ്ടാമൻ ആര് എന്നത്, രണ്ടാമൻ മൂന്നാമൻ എന്നൊന്നും ഔദ്യോഗികമായി പദവികൾ ഇല്ല. പക്ഷേ അത്തരം ഇടങ്ങൾ, വകുപ്പുകൾ ഒക്കെയാണ് പ്രധാനപ്പെട്ടത്. ഇവിടെയും പ്രതിപക്ഷ നേതാവിൻ്റെ അസാന്നിധ്യത്തിൽ സഭയിൽ ആരായിരിക്കണം ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പ്രവർത്തിക്കേണ്ടത്, സംസാരിക്കേണ്ടത്, അങ്ങനെയൊക്കെയുള്ള ഇടങ്ങളിൽ പ്രതിപക്ഷ ഉപനേതാവിൻ്റെ സ്ഥാനം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. വിഷയങ്ങളിൽ ഉൾപ്പെടെ ഇടപെടുകയും പ്രതിപക്ഷം എന്ന നിലയിൽ പലപ്പോഴും ഭരണപക്ഷത്തെയൊക്കെ കടന്നാക്രമിക്കേണ്ട സന്ദർഭങ്ങളൊക്കെ ഉണ്ടാകും. അവിടെ ഒരു രണ്ടാമൻ പ്രതിപക്ഷ നിരയിലെ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഉപനേതാവ് ആര് എന്നത് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട തർക്കം ഇപ്പോഴും നിലനിൽക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.